ഹലോ, ഞാൻ സുലു. ഇന്ന് മരമുല്ല അല്ലെങ്കിൽ മുറായ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇന്ന് ഓർക്കിഡിനെ കുറിച്ചുള്ള വിശേഷമല്ല കേട്ടോ. ഇവിടെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ചെടി കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് മരമുല്ല. മുല്ലപ്പൂ പോലെ തന്നെ ഒരുപാട് മണം തരുന്ന ഒരു ചെടിയാണ് ഈ മുറായ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ട് ടൈപ്പുള്ള ചെടികൾ നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഒന്ന് നമ്മൾ മരമായിട്ട് വലിയ മരമായിട്ട് വരുന്ന വെറൈറ്റി ഉണ്ട്, പിന്നെ മിനിയേച്ചർ വെറൈറ്റി കുറച്ച് ഡാർക്കായിട്ടുള്ള വെറൈറ്റിയും ഉണ്ട്. ഇതിനെ ഒരുപാട് പേരിൽ അറിയപ്പെടാറുണ്ട്. മുറയ പ്ലാന്റ് എന്ന് പറയാറുണ്ട്, കാമിനി പ്ലാന്റ് എന്ന് പറയാറുണ്ട്, മരമുല്ല, ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. ഇതിൻ്റെ ഇലകളിലും നല്ല വ്യത്യാസം കാണും. ഇപ്പോൾ ഇതിൽ ഇലകൾ കണ്ടില്ലേ, ശരിക്കും നമ്മുടെ കറിവേപ്പിലയുടെ ഒക്കെ കുഞ്ഞ് ഇലകൾ പോലെ തന്നെ തോന്നുമല്ലേ? അങ്ങനെ നല്ല കുഞ്ഞ് ലീഫ് ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരുപാട് വർഷമായ ചെടിയാണ്. ഇത് ചട്ടിയിൽ വെച്ചിരിക്കുന്ന നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വളരുകയും ചെയ്യും. നമ്മളടിക്കുന്ന കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വളർത്തിയാൽ മതി. ഇതിപ്പോൾ നിലത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിൽ മരമായിട്ട് വരുന്ന വെറൈറ്റിയും ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ചെടിയിൽ നിലത്ത് വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് മരമായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് നമുക്കൊരു ബോൺസായി വെറൈറ്റി ആയിട്ടും വളർത്താൻ പറ്റുന്ന ചെടിയാണിത്. ഇപ്പോൾ നമുക്ക് സ്ഥലം കുറവുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെടിച്ചട്ടി വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇതിനകത്ത് വളരും. ഇത് തന്നെ ഇപ്പോൾ ഒരു 3 വർഷം പഴക്കമുള്ള ചെടിയാണ്. കണ്ടില്ല, ഇത്രയും പഴക്കമുള്ള ചെടിയായതുകൊണ്ടാണ് ഈ തണ്ടുകൾക്ക് ഇത്ര കാലമൊക്കെ വന്നത്. അങ്ങനെ ഇത് ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ടാണ് ഇത്രയും പന്തലിച്ച് നിൽക്കുന്നത്. ഇപ്പോഴും ഇതിനകത്ത് നിറച്ച് പൂക്കൾ തരുന്നുണ്ട്. എന്നാൽ ഒരുപാട് വളരാതെ നമുക്ക് ബുഷായിട്ട് നിർത്താം. നമുക്കിപ്പോൾ മരമായിട്ട് വളർത്തണമെങ്കിൽ നമുക്കിത് നിലത്തോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വലിയ മരമായിട്ട് വളരുകയും ചെയ്യും. ഇതിന് വെയിൽ അത്യാവശ്യമാണ്. ഇത് പൂ വരുന്ന ചെടിയാണ്. അപ്പോൾ വെയിൽ, സൂര്യപ്രകാശം അത്യാവശ്യമായിട്ട് കിട്ടേണ്ട ചെടിയാണ്. അപ്പോൾ ഒരു ഉച്ച വരെയുള്ള വെയിലെങ്കിലും കിട്ടുന്ന സ്ഥലത്ത് നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരുന്നതാണിത്. ഇതിന് അങ്ങനെ സീസണൊന്നുമില്ല കേട്ടോ. എപ്പോഴായാലും, ഇപ്പോൾ കണ്ടില്ല, മഴക്കാലം ആയാലും വേനലായാലും എപ്പോഴായാലും ഇതിന് ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തൊന്ന് പ്രൂൺ ചെയ്തിട്ട് അതിനെ പിന്നെയും പുതിയ കിളിർത്ത ഇലകൾ വരും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പിന്നെ മുട്ടുകൾ വരും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിപ്പോൾ ഈ ഭാഗങ്ങൾ കണ്ടില്ലേ, പൂ കൊഴിഞ്ഞ ഭാഗങ്ങളാണ്. ഇതിപ്പോൾ ഈ ഭാഗത്തിൻ്റെ സൈഡിൽ നിന്ന് തന്നെ വീണ്ടും അടുത്ത മുട്ടുകൾ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടില്ലെങ്കിൽ കൂടി വീണ്ടും നമുക്ക് പൂക്കൾ തരുന്നതാണ്. അധികം ഒട്ടും കെയറില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ പൂക്കൾ തരുന്ന നല്ല മണമുള്ള പൂക്കൾ തരുന്ന ചെടിയാണ് ഈ മുരായ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂക്കളാണ്. കണ്ടില്ലേ, കുഞ്ഞ് മുല്ലപ്പൂ പോലെ തന്നെ ഒരുപാട് തിങ്ങി നിറഞ്ഞ് എല്ലാ ഇലകളുടെ സൈഡിൽ നിന്നും ഇങ്ങനെ പൂക്കളുണ്ടാവും. ഈ പൂക്കൾ ഉണ്ടാവുന്നത് മാത്രമല്ല നല്ല മണമാണ്. മുല്ലപ്പൂ പോലെ തന്നെ അതുപോലെയുള്ള നല്ല മണമാണ്. പ്രത്യേകിച്ച് ഇത് രാത്രി കാലങ്ങളിലാണ് ഇത് വിരിയുന്നത്. ഇതിന് ഒരുപാട് ആയുസ് കാണില്ല. പൂക്കൾക്ക് വിരിഞ്ഞ് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ ഈ വിരിഞ്ഞ പൂക്കൾ നിൽക്കില്ല, പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. പക്ഷേ ഉടനെ തന്നെ പെട്ടെന്ന് വീണ്ടും അടുത്ത കിളിർത്ത് വന്നിട്ട് അതിൽ നിന്ന് മുട്ടുകൾ വീണ്ടും വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കെയർ ചെയ്യേണ്ട കാര്യം, നമ്മൾ സാധാ ചെടികളെ പോലെ തന്നെ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൊക്കോപ്പീറ്റൊക്കെ മിക്സ് ചെയ്ത മണ്ണിൽ നമുക്ക് എളുപ്പം നടാവുന്നതാണ്. പ്രത്യേകിച്ച് കെയർ ചെയ്യാൻ നല്ല ഡ്രെയിനേജ് ഉള്ള ഹോളായിരിക്കണം ചെടിച്ചട്ടി എന്ന് പറയുന്നത്. വെള്ളം മഴക്കാലത്ത് കെട്ടി നിൽക്കാൻ പാടില്ല, ചീച്ചിൽ വരും. അതുകൊണ്ട് പോട്ടി മിക്സ് അങ്ങനെ പ്രത്യേകിച്ച് കെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് അസുഖങ്ങൾ വരുന്ന ചെടിയും അല്ല ഇത്. എന്നാൽ കൂടി നമുക്ക് ഇടയ്ക്കുന്ന മണ്ണൊക്കെ ഇളക്കിയിട്ട് നല്ല ചാണകപ്പൊടിയോ ഇടയ്ക്ക് നമുക്ക് ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളൊക്കെ കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ കൂടി എന്നും പൂക്കൾ തരുന്ന ചെടികളാണിത്. പിന്നെ സാധാ ചെടികളെ പോലെ പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്ന ചെടിയെന്നല്ല, കുറച്ച് സ്ലോ ഗ്രോത്ത് ആയ ചെടിയാണിത്. ഇതിപ്പോൾ നമ്മൾ ചെടിച്ചട്ടി വയ്ക്കുകയാണെങ്കിൽ തന്നെ മരത്തിലാണെങ്കിൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പൂക്കൾ തരും, പക്ഷേ വളർച്ച കുറവായിരിക്കും. ഇത് ഒരു വട്ടം നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് ചെറിയ തൈയായിട്ട് വാങ്ങിച്ച് നമ്മൾ ചെടിച്ചട്ടി വെച്ച് ഒരു വട്ടം ഫ്ലവർ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ കണ്ടിന്യൂസ് എപ്പോഴും നമുക്ക് എന്നും പൂക്കൾ പ്രതീക്ഷിക്കാം. അത് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, രാത്രിയാകുമ്പോൾ നല്ല മണം വരും. നമ്മുടെ വീടിന് ചുറ്റും നല്ല മണമായിരിക്കും ഇത് വിരിയുമ്പോൾ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പൂ വിരിഞ്ഞിട്ടുണ്ടെന്ന്. ഒരു 15 ദിവസം ഇപ്പോൾ ഒരു പൂ വിരിഞ്ഞ് കൊഴിഞ്ഞ ശേഷം അടുത്തൊരു 15 ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത പൂ വരുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫ്ലവർ തരുന്നതാണ്. ഇതിൽ നാടൻ വെറൈറ്റിക്ക് സീഡ് കാണാറുണ്ട്. പക്ഷേ ഇത് ഡാർക്ക് വെറൈറ്റിക്ക് അങ്ങനെ സീഡുകളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മരമായിട്ടിരിക്കുന്ന വലിയതിൽ കുഞ്ഞു കായകൾ വന്നിട്ട് കാണാറുണ്ട്. നമ്മുടെ ഓർക്കിഡിൻ്റെ സെയിലും നടക്കുന്നുണ്ട്. ഓർക്കിഡ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന വാട്സാപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.
ബോൺസായി ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ബെസ്റ്റ് ചെടിയാട്ടോ ഇത്. നന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാണിത്. നമുക്ക് ഒരുപാട് ഹാർഡ് പ്രൂണിങ് ഒന്നും വേണ്ട ഇതിന്. ചെറിയൊരു ഇതളുകൾ ചെറുതായിരുന്നു കട്ട് ചെയ്ത് കൊടുത്താൽ മതി പുഞ്ചിയാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യമില്ല കാര്യമില്ല. ഇതിൻ്റെ പൂക്കൾ വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ല, നിലത്ത് മൊത്തം വെള്ള കളറായിട്ട് പൂക്കൾ കൊഴിഞ്ഞ് കിടക്കുന്ന നല്ല ഭംഗിയാണ്. അതായത് ഇതിന് പൂക്കൾക്ക് ആയുസ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോകും. എന്നാൽ കൂടി അടുത്ത പൂക്കൾ പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ ഗാർഡനിൽ നിറയെ പൂക്കളും മണമുള്ള ചെടികളൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും വാങ്ങിച്ച് നടേണ്ട ഒരു ചെടിയാണിത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്